ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നവീനെയാണ്. അപ്പോൾ നവീനാണെങ്കിൽ ഭയങ്കര ധൃതിക്ക് ഓടി വരിക. അപ്പോൾ പുറത്ത് മുത്തശ്ശൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, നവീന നീ രാവിലെ തന്നെ പോവുകയാണെന്ന് ചോദിച്ചപ്പോഴേക്ക് പിന്നെ അല്ലാതെ അനിയുടെ നിശ്ചയമല്ലേ, അപ്പോൾ പിന്നെ നിശ്ചയത്തിന് ഞാൻ നേരത്തെ എത്തണ്ടേ, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ നവീൻ പറയുകയാണ്. മോനെ, അവൻ്റെ നിശ്ചയം വരെയായി, എന്നിട്ട് നിന്റെ കല്യാണം ഒന്നും ആവുന്നില്ലല്ലോ മോനെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ മുത്തശ്ശ, അതൊക്കെ ആവുന്നേ, പക്ഷേ ആനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ആനി ഭയങ്കര സങ്കടത്തിലാ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവൻ എന്തിനാ സങ്കടം? ഈ അവന്തിക നല്ല പെൺകുട്ടിയല്ലേ, അത് കിട്ടിയത് അവൻ്റെ ഭാഗ്യമായിട്ട് വേണം അവൻ കരുതാനായിട്ട്. എന്നിട്ട് എന്താ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ മുത്തശ്ശ, ഞാൻ അവളൊക്കെ ഒരുമിച്ച് പഠിച്ച് നടന്ന ആൾക്കാരല്ലേ. ആ സമയത്തൊക്കെ എനിക്ക് അവളോട് അങ്ങനൊരു സംഭവം തോന്നിയിട്ടേ ഇല്ല, ആ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. അവൾ എൻ്റെ ഒരു അനിയത്തിയെ കുട്ടിയെ പോലെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാ മുത്തശ്ശ ഞാൻ അവളെ പോയി കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് അനിയും പറയുന്നത്. ആ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയാണല്ലോ അവന്തിക. അപ്പോൾ കുഞ്ഞിലേ മുതൽ കാണുകയാണ് അനി അവളെ. അപ്പോൾ പിന്നെ അവനും ആ ഒരു വികാരം തോന്നിയിട്ടില്ല അവന്തികയോട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അനിയും അവന്തികയും തമ്മിൽ കല്യാണം നടക്കുന്നത് മോനെ എന്നൊക്കെ ചോദിച്ചപ്പോഴേ നമുക്ക് അതിലേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ കല്യാണം നടക്കട്ടെ എന്നേ. അതിനിപ്പോൾ മുത്തശ്ശൻ എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതേപോലെ തന്നെ എടാ, നിൻ്റെയും കല്യാണം കൂടി കഴിക്കണോടാ. എടാ, അവൻ്റെ രണ്ടാമത്തെ കല്യാണമാണ്, നിൻ്റെ ഒന്നാമത്തെ കല്യാണം പോലും ആയിട്ടില്ല. നീ അതും കൂടി ഒന്ന് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശ ഉടനെ തന്നെ ഞാൻ കൊണ്ടുവരൂന്നേ, ഞാൻ ആഗ്രഹിക്കുന്ന ആ പെണ്ണിനെ തന്നെ മുത്തശ്ശൻ്റെ മുന്നിൽ കൊണ്ടുവരും. എന്താ അതുപോലെ? എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല, എനിക്ക് ഉടനെ തന്നെ അവിടെ എത്തണം. പക്ഷേ എടാ മോനെ, വേറൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. എടാ, ഡിവോഴ്സ് ആകാതെയാണ് ആ നിശ്ചയം നടത്താനായിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേസൊക്കെ ആവൂലേ? ഒരു കേസും ആവില്ല. അതുകൊണ്ടല്ലേ ആരോടും പറയാതെ ഈ നിശ്ചയം നടത്താനായിട്ട് ഒരുങ്ങുന്നത്. അങ്ങനെ നിശ്ചയം നടന്നു കഴിയുമ്പോഴേക്കും കല്യാണത്തിലേക്ക് വരും. അങ്ങനെ കല്യാണം നടക്കണമെങ്കിൽ ഡിവോഴ്സ് ആവണമല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് ഡിവോഴ്സും കിട്ടുകയും ചെയ്യും. അതിനുള്ള പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് എനിക്കറിയാം മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു ആണെങ്കിൽ ആകെ മനസ്സ് നൊന്ത് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുക, ഡ്യൂട്ടിക്കും പോകാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഗോവിന്ദൻ വരികയാണ്. ഗോവിന്ദൻ വന്നിട്ട് മോളെ, നീ ഇങ്ങനെ ഇരിക്കുകയാണോ മോളെ? എന്താ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അച്ഛ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക? ഒന്നുമില്ല അച്ഛാ, ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോളെ നന്ദു, നിൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ ഈ അച്ഛന് നന്നായിട്ട് തന്നെ അറിയാം. നീ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തോ നിൻ്റെ മനസ്സിലുണ്ട്. അത് അനിയെക്കുറിച്ചുള്ള ചിന്തകളാണെന്നും അറിയാം. അതല്ല എന്ന് പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കില്ല. മോളെ കുഞ്ഞിലെ മുതലേ കാണുന്നതല്ലേ ഈ അച്ഛൻ. അപ്പോൾ പിന്നെ അച്ഛനോട് എന്തെങ്കിലും കള്ളം പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മോളുടെ മുഖത്തൊരു സങ്കടം ഉണ്ടെങ്കിൽ അച്ഛനത് ശരിക്കും അറിയാനായിട്ട് പറ്റും മോളെ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല അച്ഛാ, വേണ്ട, ഇനിയും അത് തന്നെ ആവർത്തിക്കണ്ട. എന്ത് ചെയ്യാനാ മോളെ, ഇനി ആ കുടുംബത്തേക്ക് ഇനി മോളും കൂടി പോകേണ്ട ആവശ്യമില്ല. അറിയാലോ, നയന മോളും നവ്യ മോളൊക്കെ അവരിഷ്ടത്തിന് ജീവിക്കുന്നവരാണ്. പിന്നെ നയനയ്ക്കും നല്ലൊരു പയ്യനെ കിട്ടി. പക്ഷേ നവ്യ, അവൾക്ക് അഭിയെ പോലൊരു ചെറുക്കനെ കിട്ടി. അവിടെ നൊന്തൊരവസ്ഥ നിൽക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും അവളത് അനുസരിക്കുന്നുമില്ല. പിന്നെ എന്ത് ചെയ്യാനാ? അതിൻ്റെ ഇടയ്ക്ക് മോളും കൂടി ആ കുടുംബത്തേക്ക് കയറി പോകാൻ നിൽക്കരുത്. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാകും മോളെ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കനകം നല്ല മിടുക്കിയായിട്ട് ഒരുങ്ങി വരികയാണ്. നന്ദൂട്ടാ, നന്ദൂട്ടിനോട് ഉണ്ടായിരുന്നോ? ഇന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഭയങ്കര മൂഡ് ഓഫ്. ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അല്ല, നിൻ്റെ ഈ ഒരു ഇരിപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഡ്യൂട്ടിക്ക് പോകുന്നില്ല. പ്രത്യേകിച്ച് ഇന്നെന്താ പ്രത്യേകത? അല്ല, അനിയുടെ നിശ്ചയമാണല്ലോ. അമ്മേ പറഞ്ഞ് ഇനി കാട് കയറാൻ നിൽക്കണ്ട അമ്മേ. ശരി, ഞാനൊന്നും പറയുന്നുമില്ല. മോളെ നന്ദൂട്ടാ, എങ്ങനെയുണ്ട് ഈ സാരി? ഇഷ്ടപ്പെട്ടോ? ഞാൻ ഉടുത്തിട്ട് നല്ലതാണോ? അമ്മ ഇതിനു മുമ്പ് അമ്മ ഈ സാരി ഉടുത്തിട്ടുണ്ടല്ലോ, എന്നെ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ കുഴപ്പം? എന്നാലൊന്ന് പറ. ഇന്ന് അതേപോലെ അല്ലല്ലോ, ഇന്നൊരു നിശ്ചയത്തിന് പോവല്ലേ. അപ്പം എനിക്ക് ഇണങ്ങുന്നുണ്ടോ ഇല്ലെന്ന് പറ മോളെ. അമ്മയ്ക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ മോളുടെ അച്ഛനും കൊടുത്തിരിക്കുന്നത് മോള് മേടിച്ചു കൊടുത്ത ഷർട്ടാ, എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. കൊള്ളാം അച്ഛാ. പിന്നെ മോളെ, നിശ്ചയത്തിന് മോളെ കൊണ്ടുപോകണില്ല, പക്ഷേ കല്യാണം ആകുമ്പോഴത്തേക്കും തലേ ദിവസം തന്നെ പോയി അവിടെ നിൽക്കാം. ഞാൻ കല്യാണത്തിനും വരുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല. എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കുന്നത്? മോളെ, നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ
നിന്നെക്കുറിച്ചുള്ള പരാതികൾ, നിന്നെക്കുറിച്ച് പറയുന്ന ആൾക്കാരുടെ വായ അടങ്ങും. പിന്നെ നിനക്ക് അവിടെ പോയാലും വന്നാലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതുവരെ ഞങ്ങളെയൊക്കെ ഒന്ന് ക്ഷമിച്ചും സഹിച്ചൊക്കെ മോൾ ഇവിടെ തന്നെ ഇരിക്കണം. അവൻ്റെ മുന്നിൽ പോകണ്ട മോളെ. ഏതായാലും അവന്തികയുടെയും അനിയുടെയും നിശ്ചയവും കല്യാണമൊക്കെ നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് മോളായിട്ട് ഒരു പ്രശ്നത്തിന് പോവണ്ട. നീയാണ് കല്യാണം മുടങ്ങാനുള്ള കാരണം, നിശ്ചയം മുടങ്ങാനുള്ള കാരണമൊന്നും ആരും പറഞ്ഞു പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ വളരെ മോശമാണ്. ശരി, ഞാൻ ഒന്നിനും ഒരു കാര്യത്തിനും ഇടപെടാനായിട്ട് വരുന്നില്ല. നിങ്ങൾ പോകാൻ നോക്ക്. ശരി മക്കളെ, എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ഇവർ രണ്ടരയും ഇറങ്ങി. നമ്മുടെ നന്ദു കതക് അടച്ചിട്ടിരുന്ന് പൊട്ടിക്കരയാണ്. ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് പൊട്ടി ഇരുന്ന് കരയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. അപ്പം മുത്തശ്ശനാണെങ്കിൽ അതിലേറെ സങ്കടം. ഇദ്ദേഹം എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയെന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല, അനിയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. അവനെ ടെൻഷനാ. അവന് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞതാണല്ലോ. എന്നിട്ട് നമ്മൾ നിർബന്ധിച്ചല്ലേ ഈ കല്യാണം നടത്താനായിട്ട് തീരുമാനമായത്. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടെന്ന് എനിക്കറിയാം വസുന്ധര എന്ന് പറയുകയാണ്. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ നന്ദുവിനെ കല്യാണം ആലോചിച്ച് നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നല്ലേ? എന്നിട്ട് എന്തായി? അവർ നമ്മളോട് പറഞ്ഞില്ലേ നന്ദുവിനെ ഈ വീട്ടിലേക്ക് വിടാനായിട്ട് താല്പര്യമില്ല എന്ന്. അപ്പോൾ ആ സ്ഥിതിക്ക് വീണ്ടും നന്ദുവിനെ മനസ്സിൽ വെച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? യാതൊരു കാരണവശാലും നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഈ കല്യാണത്തോട് യോജിക്കില്ല. അപ്പോൾ അനി ഏതായാലും ഈ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. വസുന്ധര, നീ പറഞ്ഞ സത്യമൊക്കെ തന്നെയാണ്. പക്ഷേ എന്തായാലും എനിക്ക് ഭയങ്കര സങ്കടം. അതൊക്കെ മാറിക്കോളും. കല്യാണമൊക്കെ കഴിയുമ്പോൾ അത് സാവധാനം മാറിക്കോളും എന്ന് പറയാം. അങ്ങനെയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ കനകവും അതേപോലെ തന്നെ ഗോവിന്ദനും കൂടി വരുന്നത്. നിങ്ങൾ എത്തിയല്ലോ എന്നും ചോദിച്ചുകൊണ്ട് വരികയാണ്. അല്ല, നന്ദു എവിടെ? നന്ദു വന്നില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അത് പിന്നെ അവൾക്ക് ഡ്യൂട്ടി ഉണ്ട് എന്ന് ഗോവിന്ദൻ പറയാണ്. ഡ്യൂട്ടി ഉണ്ടെങ്കിലും അവൾ ഇവിടെ എന്തെങ്കിലും ചടങ്ങ് നടത്തുമ്പോൾ വരാതിരിക്കില്ല. വന്നതാണല്ലോ. പിന്നെ എന്താ സംഭവിച്ചത്? ഇപ്പോൾ കനകം ഇത്രയും സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഏതായാലും ഇനി കള്ളം മറച്ചു വെക്കാനായിട്ട് കഴിയില്ല. ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയാലോ എൻ്റെ അമ്മേ. അതെ, നന്ദുവിനെ മനഃപൂർവ്വം കൊണ്ടുവരാഞ്ഞിട്ടാണ്. കാരണം ഇനി അവൾ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായി അനിയും നന്ദുവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് പരത്താനല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോളെ നന്ദു നീ വരണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാ അവൾ വരാതിരുന്നത്. അയ്യോ, എന്നാലും കഷ്ടം. ഒന്ന് കൊണ്ടുവരായിരുന്നു. നിശ്ചയമല്ലേ, അവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണ്? ഇല്ല അമ്മേ, ഏതായാലും നിശ്ചയമൊക്കെ ഒന്ന് കഴിയട്ടെ, അതിനുശേഷം കൊണ്ടുവരാം, അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ശരി അകത്തേക്ക് പോ, എല്ലാവരും അവിടെ ഉണ്ട്. അല്ല, നയനമുളക് എവിടെ? നയനമുളക്ക് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അതേ കുറച്ചും കഴിഞ്ഞപ്പോഴേക്ക് നവീൻ വരികയാണ്. മുത്തശ്ശി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നവീൻ മോൻ വന്നല്ലോ. എവിടെ? ബാക്കിയുള്ളവരെല്ലാവരും എവിടെ? അതെ, അനിയെ ഒന്ന് സുന്ദരനാക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഉണ്ട് മോള്. ആണോ? എങ്കിൽ പിന്നെ ഞാനും കൂടി അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞ് നവീൻ നേരെ അകത്തേക്ക് കയറി പോവാണ്. അകത്തേക്ക് കയറി ഈ സമയം തന്നെ അനിയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അനിയെ നമ്മുടെ ആദർശും അഭിയും കൂടി ചേർന്നിട്ടാണ് ഒരുക്കുന്നത്. അപ്പോൾ ആദർശാണെങ്കിൽ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നല്ല വാച്ചൊക്കെ കെട്ടിക്കൊടുത്ത്. പക്ഷേ അനിയുടെ മുഖത്ത് ഒരു സന്തോഷവും. മുഖം വീർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അഭിയാണെങ്കിൽ ഇതെന്താടാ നീ എന്താ ഒന്ന് ചിരിക്കു പോലും ചെയ്യാത്തത്? ഇപ്പം സന്തോഷിക്കേണ്ടത് ആ സമയമല്ലേ ചോദിച്ചപ്പോഴേക്ക് സന്തോഷിക്കാനോ? ഈ ദിവസം എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ നടക്കാൻ പോകുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ എൻ്റെ തലയിൽ എന്തിനാണ് കെട്ടിവെക്കുന്നതെന്ന്. എനിക്ക് ഈ ബന്ധത്തോട് യാതൊരു താല്പര്യമില്ല എന്നൊക്കെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞതാ. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അത് കേൾക്കാനായിട്ട് തയ്യാറായോ? ഇല്ല. ഇത് കേട്ടപ്പോഴേക്കും ആദർശ്, എന്താണ് ഡാനി ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ന് നിൻ്റെ നിശ്ചയമാണ്. ആ സമയത്ത് സന്തോഷത്തോടെ നിശ്ചയം കൈകാര്യം ചെയ്യാതെ നീ ഇങ്ങനെ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂട്ടല്ലേടാ. അതൊക്കെ വളരെയേറെ മോശമായ കാര്യമാടാ. അങ്ങനെയൊന്നും പറയരുത് ആദർശേട്ടാ. ഞാൻ ആദർശേട്ടനോട് കാല് പിടിച്ച് പറഞ്ഞല്ലേ എനിക്കിതിനോടൊന്നും ഒരു താല്പര്യമില്ല എന്ന്. അവന്തിക്ക് നല്ല കൊച്ചല്ലേ. അത് ആദർശേട്ടൻ്റെ മുന്നിൽ എനിക്ക് തോന്നുന്നില്ല അവൾ നല്ല കുട്ടിയാണെന്ന്. കാരണം അങ്ങനെ അവൾ നല്ല കുട്ടിയായിരുന്നെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾ അവളോട് പറഞ്ഞപ്പോൾ അവൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമായിരുന്നു. പക്ഷേ അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിവാശി പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവൾ നല്ല കുട്ടിയാണോ? അങ്ങനെ നല്ല കുട്ടിയായിട്ടൊന്നും എനിക്ക് കണക്ക് കൂട്ടാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അഭിയാണെങ്കിൽ എന്തായാലും നിശ്ചയം നടക്കാനായിട്ട് പോവാം. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇത് വല്ലാതെ താല്പര്യപ്പെട്ടിട്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നീ ഇങ്ങനെയൊന്നും കിടന്ന് പറയല്ലേ കേട്ടോടാനി. ഇനി എന്ത് പറയാനാ? എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെയല്ലേ നടക്കുന്നത്. എൻ്റെ ഇഷ്ടക്കേടോ ഒന്നും ആരും തിരക്കാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് പറയാനാ? എനിക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ വീണ്ടും
അനി ഒരിക്കലും. അപ്പോഴാണ് ദാ വരുന്നു നമ്മുടെ നവീൻ കൈയടിച്ചിട്ട് വരികയാണ്. അതെ, ഈ കല്യാണം നടക്കണം, എന്നാലേ പ്രശ്നങ്ങളെല്ലാം മാറുള്ളൂ. ആഹാ, നവീൻ വക്കീൽ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് സ്വീകരിക്കുകയാണ്. അപ്പോൾ അനിക്കാണെങ്കിൽ അതിലേറെ ടെൻഷനാണ്. അപ്പോൾ അനിയോട് വന്നിട്ട് എന്തിനാണ് നീ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നത്? അവന്തിക നല്ലൊരു പെൺകുട്ടി തന്നെയാണ്, അത് നിനക്ക് നന്നായിട്ട് ചേരും. പിന്നെ ഈ കുടുംബത്തിലുള്ള പെൺകുട്ടിയാണല്ലോ, അപ്പം നീ തന്നെ വേണം അവന്തിയെ കല്യാണം കഴിക്കാനായിട്ട്. അതൊക്കെ ഇരിക്കട്ടെ, കൂട്ടുകാരൻ്റെ കല്യാണം നടത്താൻ വേണ്ടി വന്നു. പക്ഷേ പുള്ളിക്കാരൻ എപ്പോഴാണ് ഇനി ഒരു കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്? ഞാനും എനിക്കൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, നല്ല തൻ്റെയുടെ ഉള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. ഇത് കേട്ടാ അനിയുടെ മനസ്സൊന്നും ഇങ്ങോട്ട് ഇടറി പോവാണ്. അപ്പോഴേക്ക് ആദർശ് തൻ്റെ ഉള്ള പെൺകുട്ടിയാണെങ്കിൽ നിന്റെ കല്യാണം ജന്മത്തിൽ നടക്കാനായിട്ട് പോകുന്നില്ല. അതെ, ഞാൻ ഈ ഇടക്ക് നിന്റെ അമ്മയെ കണ്ടായിരുന്നു നവീനെ. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞതെന്നറിയാവോ? അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല. അവൻ്റെ മനസ്സിലെ പെണ്ണെ അവൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കുള്ളൂ, ഒരിക്കലും അത് നടക്കില്ല. അമ്മ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറയുകയാണെങ്കിലേ അമ്മയുടെ സ്വപ്നങ്ങൾ നടക്കില്ല. ഈ ജന്മത്ത് അമ്മയ്ക്കൊരു മരുമകളെ കിട്ടാനും പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. അത് ശരി, അപ്പം അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? ഏതായാലും ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അവളെ തന്നെ കെട്ടുള്ളൂ. അതിൽ യാതൊരു പിന്നോട്ട് പോക്കവും ഇല്ല, എനിക്ക് മുന്നോട്ട് തന്നെ പോകും. ഇതും കൂടി കേട്ടപ്പോൾ അനിക്കാണെങ്കിൽ കൂടുതൽ ടെൻഷൻ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവന്തികയാണ്. അപ്പോൾ അവന്തികയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവന്തികയെ ഭയങ്കര സുന്ദരിയായിട്ടൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷം. ദേ മോളെ, ഇപ്പേ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നയനയുള്ളപ്പോൾ നിന്നെ പുറത്തുനിന്ന് ആരും ഒരുക്കാൻ വരേണ്ട ആവശ്യമേ. കല്യാണത്തിനും നയനമോള് തന്നെ ഒരുക്കുമല്ലോ എന്ന് ജലജ പറയുകയാണ്. കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കല്യാണം ആകുമ്പോഴത്തേക്കും മോൾക്കൊരു 7 മാസം ആകും. അപ്പോൾ 7 മാസം ആകുമ്പോഴേക്കും മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പോഴേക്കും അവന്തിക അപ്പോൾ കല്യാണത്തിന് തലേദിവസം വരില്ലേ ചേച്ചി? അപ്പം എന്നെ അടിപൊളിയായിട്ട് ഒരുക്കി തന്നാൽ മതി. എൻ്റെ പൊന്നു മോളെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എൻ്റെ അമ്മ എന്നെ വീട്ടിലേക്ക് 7 മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോയാലും ഈ അമ്മ വെറുതെ വിടുമോ? ഈ അമ്മ ആ നിമിഷം തന്നെ അവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും. അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ അവന്തികയാണെങ്കിൽ എന്നാലും നന്ദുവും അനിയും ഇപ്പോഴും അടുപ്പമാണെന്നാണ് എൻ്റെ ഒരു സംശയം. ഇല്ല മോളെ, നീ അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല. അല്ല, അനിയേട്ടന് ഒരു സന്തോഷവും ഇല്ല എന്നെ കല്യാണം കഴിക്കുന്നതിൽ. അപ്പോൾ നമ്മുടെ ജലജയാണെങ്കിൽ എന്താ എൻ്റെ മോൾക്കൊരു കുറവ്? എൻ്റെ മോള് ഒരു തെറ്റും ചെയ്യല്ല, അവരുടെ മനസ്സ് നല്ല മനസ്സല്ലേ? അതുകൊണ്ടൊന്നും അല്ല ജലജയെ, നിന്റെ മോളായതും പിന്നെ അബിയുടെ പെങ്ങളായതുകൊണ്ടാ അവന് ഈ ഒരു ബന്ധം വേണ്ട എന്ന് പറയുന്നത്. അവന് പേടിച്ചിട്ടാ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. പിന്നെ അങ്ങനെ എൻ്റെ മോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഏതായാലും അവളെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. മോളെ, നീ ഒന്ന് എണീറ്റേ നോക്കട്ടെ. ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട്, മിടുക്കിയായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ ജലജ, കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ അല്ലേ ഈ ഇരിക്കുന്നത്, അപ്പോൾ പിന്നെ എൻ്റെ മോള് സുന്ദരി അല്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ നയനയെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി ഇങ്ങനെ പറയാം. നമുക്കിനി ഒരു സെൽഫി എടുത്താലോ എന്നും പറഞ്ഞുകൊണ്ട് സെൽഫിയും കൂടെ എടുക്കാം. പിന്നീട് കാണിക്കുന്നത് നവ്യാണ്. അപ്പം നവ്യാണെങ്കിൽ ദൈവമേ, നിശ്ചയം എങ്ങനെയും മുടങ്ങാൻ വേണ്ടിയാണ് അജ്ഞാത ഒരു മെസ്സേജ് അടിച്ചത്. പക്ഷെ അതുപോലും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് അങ്ങോട്ട് പോകാൻ പോലും തോന്നുന്നില്ല. ഇനി എങ്ങനെ ഈ നിശ്ചയം മുടക്കും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ദേ കനകം വരികയാണ്. ഡേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. എന്താ അമ്മേ, നീ എന്താ ഇവിടെ മാറി നിൽക്കുന്നത്? അവിടെ വലിയൊരു ചടങ്ങ് നടക്കുകയല്ലേ, ആ സമയത്ത് നീ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണോ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം? ഞാൻ ഇവിടെ വന്നാലും ഇല്ലെങ്കിലും ആ നിശ്ചയം നടക്കും. പിന്നെ ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്? എന്നാലും ഈ കുടുംബത്തിൽ നടക്കുന്ന ഒരു ചടങ്ങല്ലേ, നീ ഈ കുടുംബത്തിലെ അംഗമല്ലേ, അപ്പോൾ പിന്നെ നീ എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല? അത് ശരി, അപ്പം എന്നെ ഈ കുടുംബത്തിലെ അംഗമായിട്ടൊക്കെ നിങ്ങളൊക്കെ കരുതിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയല്ലേ ജോലി. നിന്നെ ഒറ്റപ്പെടുത്താനുള്ള കാരണമുണ്ട്, നിന്റെ കയ്യിലിരിപ്പ്. നീ അബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ പറഞ്ഞില്ലേ? അവനെ പോലൊരു മെനകെട്ടവനെ നീ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണല്ലേ? എൻ്റെ ഭർത്താവാണ് എൻ്റെ കണ്ണിൽ വെച്ച് ഏറ്റവും നല്ലവൻ. പിന്നെ എൻ്റെ ഭർത്താവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാതെ? അതേടി, നീ അങ്ങനെ തന്നെ പറയുള്ളൂ. പക്ഷേ മോളെ നവ്യേ, നിനക്ക് ശരിക്കും കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. എന്ത് കിട്ടുമെന്നാ? നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്ത് മനസ്സിലിരിപ്പാടി? എനിക്കറിയാം മനസ്സിലിരിപ്പ്. അമ്മ എന്താ വിചാരിച്ചത്? ഞാൻ ഒന്നും അറിയാത്തൊരു പൊട്ടിയാണെന്നോ? പക്ഷേ നവ്യക്കറിയാം, നവ്യയെ തകർക്കാൻ വേണ്ടി ചിലരൊക്കെ നടക്കുന്നുണ്ടെന്ന്. പക്ഷേ നവ്യയെ തകർക്കുന്നതിന് മുമ്പ് തന്നെ നവ്യക്കും അറിയാം അങ്ങോട്ട് തിരിച്ചു ചെയ്യാനായിട്ട്. നീ എന്താടി പറഞ്ഞു വരുന്നത്? നീ തകർക്കാൻ പോകുന്നത് ആര്? ആദർശിനെയും നയനെയോ? നീ ഇപ്പോഴും അവരെ തകർത്തുകൊണ്ടിരിക്കുകയാണല്ലോ.
അതൊന്നും എനിക്ക് അമ്മയോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയ്ക്ക് ചടങ്ങ് കൂടണമെങ്കിൽ പോയി ചടങ്ങ് കൂടാം. അല്ലാതെ എന്നെ വിളിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലെന്നും പറഞ്ഞ് അവരവിടെ കിടന്ന് തർക്കിച്ച് അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.